ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇഡി കസ്റ്റഡിയിൽ തുടരും. വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, വിവരങ്ങൾ. എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയും അറസ്റ്റും ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് വലിയ തലത്തിലുള്ള വാദപ്രതിവാദം തന്നെയാണ് ദില്ലി ഹൈക്കോടതിയിൽ നടന്നത്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാട്ടിയത് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് കെജ്രിവാളിനെതിരെ ഇപ്പോൾ തെളിവുകളൊന്നും തന്നെ ഇഡിയുടെ പക്കലില്ല. ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരമൊരു അറസ്റ്റിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് കടന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ നേരത്തെ മുഖ്യ സൂത്രധാരൻ എന്ന് പറഞ്ഞിരുന്നത് ശരത് റെഡ്ഡിയാണ്. പക്ഷേ പിന്നീട് ശരത് റെഡ്ഡി എങ്ങനെയാണ് മാപ്പുസാക്ഷിയായി മാറിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു മനു അഭിഷേക് സിംഗ്വി ഇന്ന് കോടതിയിൽ ഉന്നയിച്ചത്. അതോടൊപ്പമാണ് കെജ്രിവാളിന് ഇടക്കാല ആശ്വാസം അടിയന്തരമായി പുറത്ത് വിടണം എന്നതടക്കമുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ എൻഫോഴ്സ്മെൻറ്റ് അതിനെ എതിർക്കുകയും കെജ്രിവാളിൻ്റെ ഹർജിയിൽ ഒരു മറുപടി പറയാൻ 3 ആഴ്ച സമയം വേണം എന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു ആവശ്യമാണ് ഇന്ന് ദില്ലി ഹൈക്കോടതിയിൽ ഇന്ന് എൻഫോഴ്സ്മെൻറ്റ് സ്വീകരിച്ചത്. ഏതായാലും വലിയ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഈ ഹർജി വിശദമായി കേൾക്കണം എന്ന് തന്നെ ദില്ലി ഹൈക്കോടതി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതോടൊപ്പമാണ് കെജ്രിവാളിൻ്റെ ഹർജിയിൽ എൻഫോഴ്സ്മെൻറ്റിന് ഇപ്പോൾ 7 ദിവസത്തെ സമയമാണ് മറുപടി നൽകാൻ അനുവദിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് 3 ആഴ്ച സമയമാണ് ആവശ്യപ്പെട്ടതെങ്കിൽ 7 ദിവസം മാത്രമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഇനി ഈ ഏപ്രിൽ 3-ന് വീണ്ടും ഹർജി പരിഗണിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നാളെ ദില്ലി ഹൈക്കോടതി മറ്റൊരു ഹർജി പരിഗണിക്കുന്നുണ്ട്. അതായത് കെജ്രിവാൾ ഇത്തരത്തിൽ കസ്റ്റഡിയിലിരിക്കെ തന്നെ പല ഉത്തരവുകൾ പുറത്തിറക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ 2 ഉത്തരവുകളാണ് പുറത്തിറക്കിയത്. അപ്പോൾ അത്തരത്തിൽ ജയിലിലിരുന്നു കൊണ്ട് ഈ ഒരു സർക്കാർ റൺ ചെയ്യുന്നതിനെതിരെയാണ് BJP ഒരു ഹർജി നൽകിയത്. ആ ഹർജി നാളെ ദില്ലി ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും. ഇതിനു പുറമെ നിലവിൽ കെജ്രിവാളിനെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് നാളെ വരെയാണ്. നാളെ കെജ്രിവാളിൻ്റെ കസ്റ്റഡി കാലാവധി തീരുന്ന സാഹചര്യത്തിൽ ദില്ലി റൗസവനി കോടതിയിൽ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഹാജരാക്കുകയും ചെയ്യും. ശരി, വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇഡി കസ്റ്റഡിയിൽ തുടരും. ഇഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി ഇഡിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 7 ദിവസത്തിനകം മറുപടി നൽകാനാണ് നോട്ടീസിലെ നിർദ്ദേശം.